ഹായ് ഫ്രണ്ട്സ്, ഇതാ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഒരു ഫോൺ ഒരു ഗ്രേറ്റ് ഓൾറൗണ്ടർ ഫോണാണ്. ഇൻഫിനിക്സിൻ്റെ നോട്ട് 50S 5G പ്ലസ് എന്ന ഫോണാണ്. അത്യാവശ്യം എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 14,990 ഈ ഒരു ഫോൺ അവർ ലോഞ്ച് ചെയ്തത്. ഇൻഫിനിക്സ് ഓൾറെഡി നമുക്കറിയാം നല്ല വാല്യൂ ഫോർ മണി ഫോണുകൾ തന്നെയാണ് തരുന്നത്. എന്നാലും ഇത് എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, എന്തുകൊണ്ടാണ് ഇതിന് ഞാൻ ഇത്തിരി നല്ല ഫോൺ എന്ന് പറഞ്ഞെന്നുള്ള കാര്യവും കൃത്യമായിട്ട് പറയാം. ഈ പ്രൈസിലേക്ക് ഒരു ഫോൺ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കണം. കാരണം ഇതിൻ്റെ UI അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം നന്നായിട്ടുണ്ട്. വ്യക്തമായിട്ട് കാണിച്ചു തരാം. കണ്ട് നോക്കിയിട്ട് പറയൂ ഇത് എങ്ങനെയുണ്ട്, ഇവർ എത്രത്തോളം ബെറ്റർ ആയി എന്നുള്ള കാര്യമൊക്കെ കണ്ട് നോക്കിയിട്ട് നിങ്ങൾ പറയാം. ഇതാ നമ്മുടെ കയ്യിലിരിക്കുന്ന ബോക്സ് നിങ്ങൾക്ക് കാണാം. ഇൻഫിനിക്സിൻ്റെ നോട്ട് 50S 5G പ്ലസ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഫോൺ തന്നെയാണ് മുകളിലിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഫോണിൻ്റെ ഡിസൈൻ. ഓക്കെ, ഒരു ജംപ് കട്ട് ക്യാമറ മോഡ്യൂളൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മൊത്തത്തിൽ അതിൻ്റെ ബാക്കിലുള്ള വിഗൻ ലെതർ ഫിനിഷാണ്. അതിലും ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതേപോലത്തെ. സോ കാണാനൊക്കെ നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവിടെ ഇരിക്കട്ടെ. ബോക്സിൽ വേറെ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. കേസ്, ഡോക്യുമെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ ചാർജർ 45 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. ഒപ്പം തന്നെ ചാർജിങ് കേബിളും വരുന്നുണ്ട്. പിന്നെ സിം ടൂൾ ആ കാര്യങ്ങളൊക്കെ ബോക്സിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം, ഫോൺ കയ്യിലോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നോട്ട് 50S, ഇൻഫിനിക്സിൻ്റെ നോട്ട് 50S 5G പ്ലസ് എന്ന ഫോൺ. 180 ഗ്രാമിൻ്റെ വെയിറ്റേ ഉള്ളൂ. ഓവർ വെയിറ്റ് ഒന്നും പറയാനില്ല. 7.6 mm തിക്നെസ്സേ ഉള്ളൂ. വളരെ സ്ലിം ആയ ഫോണാണ്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. നല്ല നൈസായ കർവ്ഡ് ഡിസ്പ്ലേ ആണ്, യാതൊരു വിഷയവുമില്ല. നൈസ് ക്വാളിറ്റിയാണ്. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സിം ട്രേ, റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ടോപ്പിൽ JBL ഡുവൽ സ്പീക്കറിന്റെ സംഭവം കാണാം. ഡുവൽ സ്പീക്കറാണ്, JBLന്റെ ആണ്. അതേപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് പിടികിട്ടിയല്ലോ. നല്ല ഡീസന്റ് ലുക്കിംഗ് ഉള്ള ഫോൺ തന്നെയാണ്. ഈ പ്രൈസിന് ബെസ്റ്റ് ലുക്കിംഗ് ഫോണാണ്. കാണാൻ ലുക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഡ്യൂറബിളുമാണ്. മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. 810H പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 3 കളറിലാണ് വരുന്നത്. ബർഗണ്ടി റെഡ്, ടൈറ്റാനിയം ഗ്രേ, മറൈൻ ഡ്രിഫ്റ്റ് ബ്ലൂ. സോ നമ്മുടെ കയ്യിലേക്ക് മറൈൻ ഡ്രിഫ്റ്റ് ബ്ലൂ ആണ്. പിന്നെ വീഗൻ ലെതർ മാത്രമല്ല, മെറ്റാലിക് ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്ന വേറെ മോഡലുകളുണ്ട്. സോ ഇഷ്ടമുള്ള നോക്കിയിട്ട് ചൂസ് ചെയ്തോളൂ. പിന്നെ ഇതിൽ IR സെൻസർ വരുന്നുണ്ട്, അതായത് റിമോട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ പെർഫോമൻസ് നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ടോട്ടലി ഇതിന്റെ ഡിസൈനും മറ്റു കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു. പ്രധാനപ്പെട്ട ലുക്ക് പരമായിട്ടുള്ള പോർട്സ് ആൻഡ് ബട്ടൺസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം ഡീസന്റ് ആയിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട്, ഒരു വിഷയമില്ല. ഇനി ഡിസ്പ്ലേ ആണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന 144 ഹെർട്സിന്റെ 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് കാണാൻ വീഡിയോസ് ഒക്കെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ, അതായത് TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഐ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഇതിൽ നോക്കുമ്പോൾ എന്നുള്ളതാണ് അതിന്റെ ബെനിഫിറ്റ്. പിന്നെ വെറ്റ് ടച്ച് ടെക്നോളജി, നമ്മൾ നനഞ്ഞ കൈ കൊണ്ടൊക്കെ ടച്ച് ചെയ്താലും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു JBLന്റെ ബ്രാൻഡിംഗ് കാണിച്ചു തന്നില്ലേ. ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ പറഞ്ഞ സംഭവങ്ങൾ മീഡിയ കൺസംഷൻ, ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ നല്ല സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ല പെർഫോമൻസിനാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. Dimensity 7300 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസറാണ്. ഈ ഒരു പ്രോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 രൂപ താഴെ വരുന്ന ബെസ്റ്റ് പ്രോസറാണ്. സോ ഏറ്റവും നല്ല പെർഫോമൻസും ഈ ഫോണിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 700K ആൻറ്റുറ്റു സ്കോറും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 90 FPS കോൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകൾ കളിക്കാൻ പറ്റും. BGMI അത് കണ്ടില്ല, ബട്ട് കോൾ ഓഫ് ഡ്യൂട്ടി നിങ്ങൾക്ക് ഞാൻ കളിച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. സോ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും വേണമെങ്കിൽ പരിഗണിക്കാം. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് നോക്കുമ്പോൾ LPDDR5X റാമാണ് വരുന്നത്. മെംഫ്യൂഷൻ റാം ഒക്കെ ഉണ്ട്. അതായത് റാം സ്റ്റോറേജിൽ നിന്ന് റാം എടുത്ത് ആഡ് ചെയ്ത്, സ്റ്റോറേജിൽ നിന്ന് സ്പേസ് എടുത്ത് റാമിലേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കുന്ന പരിപാടി. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ 16 GB റാമുള്ള ഫോൺ എന്ന രീതിയിൽ വരെ നിങ്ങൾക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ ഗെയിം കളിക്കുമ്പോഴൊക്കെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി X ബൂസ്റ്റ് സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു പെർഫോമൻസ്, നെറ്റ്വർക്ക് സ്റ്റെബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗെയിം ഓൺ ചെയ്താൽ മതി. അപ്പോൾ തന്നെ സൈഡിൽ എന്താ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ വരും. അതിൽ ഈ തരത്തിൽ പല മോഡുകൾ, പെർഫോമൻസ്, അതേപോലെ തന്നെ ഇക്വിലിബ്രിയം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല മോഡുകളുണ്ട്. പെർഫോമൻസ് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ഓപ്ഷനുകൾ താഴേക്ക് നമുക്ക് പല തരത്തിൽ കാണുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. അതിൽ ബൈപ്പാസ് ചാർജിങ് അടക്കം കിടക്കുന്നുണ്ട്. അതായത് നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ബാറ്ററി ചാർജ് ആവാതെ നേരെ ബോർഡിലേക്ക് ചാർജ് കൊടുത്തുകൊണ്ട് ഫോൺ ഹീറ്റ് ആവാത്ത രീതിയിൽ കുത്തിയിട്ടുകൊണ്ട് തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണത്. അതിൻ്റെ ഓപ്ഷൻ എവിടെയുണ്ട്, അത് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് കളിക്കുന്നതെങ്കിൽ കഴിവതും അത് ഒഴിവാക്കുക. പക്ഷേ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. ബൈപ്പാസ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ ഗെയിമിങ്ങിന് സെറ്റായിരിക്കും വിത്ത് X ബൂസ്റ്റ് സംവിധാനങ്ങളടക്കം. പിന്നെ ഈ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആകുമ്പോൾ എഡ്ജിൽ മിസ്റ്റച്ച് വരാനുള്ള സംവിധാനമുണ്ട്. എഡ്ജ് മിസ്റ്റച്ച് പ്രിവെൻഷൻ സംവിധാനങ്ങളും ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും കൂടി കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ ആയിട്ട് കൂടി അതിൽ നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ തക്ക രീതിയിൽ കാര്യങ്ങൾ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നല്ല പെർഫോമൻസ് ഉണ്ട്, ഗെയിമിങ്ങിന് ഉപയോഗിക്കാം. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഡിസൈനും ഡിസ്പ്ലേയും പെർഫോമൻസും എല്ലാം നോക്കിയപ്പോഴും നന്നായിട്ടില്ലേ. അടുത്ത സെക്ഷൻ, ഈ ഒരു ഫോണിൻ്റെ ക്യാമറ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചില സാമ്പിളുകൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്.
ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ എടുത്ത ഫോട്ടോസ്, നൈറ്റിൽ എടുത്ത ഫോട്ടോസും ഒക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കിക്കോളും. മെയിൻ ക്യാമറ ഇമേജുകളാണ്. 64 മെഗാ പിക്സലിൻ്റെ സോണി ക്യാമറയാണ്. ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഈ കാണുന്ന രീതിയിലാണ് ക്വാളിറ്റി. ഈ പ്രൈസിൽ സെഗ്മെന്റ് ഫസ്റ്റ് സോണി ഡുവൽ ക്യാമറ എന്നാണ് പറയുന്നത്. ക്വാളിറ്റി നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്താൽ മതി. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോ ക്വാളിറ്റി 4K വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത സാമ്പിളാണ് ഈ കാണുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത 4K വീഡിയോ നമുക്ക് ഈ ഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് മതിയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. ഡേ ലൈറ്റിലും നൈറ്റിലും എടുത്ത വീഡിയോസൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയ്ക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ ഫുൾ HD സാമ്പിളാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. അതിപ്പോൾ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ആ ഒരു പ്രൈസ് പരിഗണിക്കുമ്പോൾ നല്ല പെർഫോമൻസും ഡിസ്പ്ലേയും ഡിസൈനും എല്ലാം ഉൾപ്പെടെ ഇങ്ങനൊരു ക്യാമറ കൂടി എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങളാണ് കേട്ടോ പറയേണ്ടത്. പിന്നെ ഇതിൽ AIGC പോർട്രേറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള എഫക്റ്റുകൾ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. AIGC പോർട്രേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇതാ ഒരു ഫോട്ടോ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഞാനാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് തോന്നുന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇതുപോലെ ഇത്തിരി എഡിറ്റ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിലൊക്കെ ആക്കിയ രീതിയിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും ഈ AIGC എന്ന് പറയുന്ന AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുത്താൽ. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ. പിന്നെ ഈ ഫോണിൽ വരുന്ന ബാറ്ററി 5500 mAh ബാറ്ററിയാണ്. 45 വാട്ടിൻ്റെ ചാർജിങ് വരുന്നുണ്ട്. 10 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട്. സോ അതൊക്കെ ബാറ്ററിയുടെ ഭാഗത്ത് ഡീസൻ്റ് ആയ സെറ്റപ്പ് എന്ന് പറയാം. ഈ 5500 mAh ബാറ്ററി ഉള്ള ഫോണിൽ 144 Hz കർവ്ഡ് ഡിസ്പ്ലേക്ക് ഉള്ള ഒരു ഫോൺ എന്തെങ്കിലും നോക്കുമ്പോൾ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയ ഫോണാണ് ഈ ഒരു ഫോൺ എന്നുള്ളത് അവരുടെ ഒരു അവകാശവാദമാണ് കേട്ടോ. സോ അതും മോശമൊന്നുമല്ല, നന്നായിട്ടുണ്ട്. പിന്നെ XOS 15 ആണ് ഇതിൻ്റെ UI. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷനും കാര്യങ്ങളുമാണ്. Android 15 ബേസ്ഡ് ആണ്. അത് തന്നെ നൈസ് ആയിട്ടുള്ള ആനിമേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. ഒരുപാട് ഇമ്പ്രൂവ് ആയി എന്ന് പറയാം. പഴയ സെറ്റപ്പ് ഒന്നുമല്ല, സെറ്റപ്പ് മാറിപ്പോയി. ഒരുപാട് പേഴ്സണലൈസേഷൻ. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വാൾപേപ്പറോ ഐക്കൺസോ വിഡ്ജറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഐക്കൺസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ടാപ്പ് കൊടുത്താൽ ഇവിടെ പല ഷേപ്പിലുണ്ട്. അതിനൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. വാൾപേപ്പർ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുന്നു. വാൾപേപ്പറിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ സെലക്ട് ചെയ്യാം. അതിന് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതുകൂടാണ്ട് AI വെച്ച് വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. സോ അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഇതിൽ കൊണ്ടുവന്നിട്ട് തവണ. പിന്നെ ഡൈനാമിക് ബാർ, അതായത് നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള ഡൈനാമിക് ബാർ നമ്മൾ നോട്ടിഫിക്കേഷനുകൾ അല്ലെങ്കിൽ ടൈമർ ക്ലോക്ക് അതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ ഒരു ബാനർ പോലെ ആ സെൽഫി ക്യാമറ ഐക്കണിൻ്റെ ഭാഗത്തായിട്ട് വരും. നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ സ്മാർട്ട് പാനൽ സൈഡിൽ എന്താ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് പാനൽ തുറന്നു വരും. നമുക്ക് അതിൽ നിന്ന് ഐക്കൺസ് എടുത്തുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ AI നോട്ട്, ഈ AIയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കെച്ച് ചെയ്യാം. എന്തെങ്കിലും ആവശ്യമുള്ള നമ്മളിങ്ങനെ വരച്ചിട്ട് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ആർട്ട് പോലെ ആക്കി തരും. നമുക്ക് ഇതേ രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പലതരത്തിൽ അതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഈ രീതിയിലൊക്കെ മാറ്റി ഉപയോഗിക്കാം. നോട്ടിനകത്ത് സമ്മറൈസ് ചെയ്യാനും മറ്റുള്ള ഒരുപാട് ഓപ്ഷനുകൾ, റൈറ്റിംഗ് അസിസ്റ്റന്റ് പോലുള്ള സംവിധാനങ്ങളൊക്കെ നോട്ടിൽ വരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ FOLAX AI എന്ന് പറയുന്ന വോയിസ് അസിസ്റ്റന്റും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഈ FOLAX AI വഴി നിങ്ങൾക്ക് ചോദിച്ച കാര്യങ്ങൾ ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ സർക്കിൾ ടു സെർച്ച്, അതിപ്പോൾ എല്ലാ ഫോണിലും വരുന്നുണ്ട്. ഇതിലും ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ടു സെർച്ച് വരും. പിന്നെ വൺ ടാപ്പ് ഇൻഫിനിക്സ് AI വർക്ക് ചെയ്യും. അതായത് ഇൻഫിനിക്സ് AI എന്ന് പറയുന്ന വോയിസ് അസിസ്റ്റന്റിനെ ജസ്റ്റ് ഈ പവർ ബട്ടണിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഇതാ ഇവിടെ AI അസിസ്റ്റന്റ് ഓണായി വരുന്നുണ്ട് കേട്ടോ. വൺ ടാപ്പ് ഇൻഫിനിക്സ് AI വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻഫിനിക്സ് പഴയ ഇൻഫിനിക്സ് അല്ല, ഒട്ടനവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തി നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. UI നന്നായിട്ടുണ്ട്. ഒപ്പം തന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ടോട്ടലി UI യൂസർ എക്സ്പീരിയൻസ് നന്നാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. 2 വേരിയന്റുകളാണ് ഈ ഫോൺ വരുന്നത്. 8GB RAM 128GB സ്റ്റോറേജ്, 8GB RAM 256GB സ്റ്റോറേജ്. RAM 8GB എന്ന് പറയുന്നത് 8GB കൂടി മെംഫ്യൂഷൻ RAM ആഡ് ചെയ്ത് 16GB പോലെയൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, മറക്കണ്ട. ഇൻഫിനിക്സ് നോട്ട് 50Sന്റെ പ്രൈസ് ഈ തുടക്കത്തിലെ ഓഫർ പ്രൈസ് ആയിരിക്കുള്ളൂ. എന്തായാലും 14,990 പറയുന്നത്. ആ പ്രൈസിന് ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല സെറ്റപ്പായിട്ടാണ് തോന്നിയത്. ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഒരു നല്ല ഓൾറൗണ്ടർ വാല്യൂ ഫോർ മണി ഫോണായിട്ട് നമുക്ക് ഫീൽ ചെയ്തു എന്നുള്ളത്. ഇൻഫിനിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഫോൺ ഒരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ ഈ ഫോണിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ടാണ് തോന്നിയത്. ക്യാമറയുടെ ഭാഗത്തെ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കണം. സോ ഓവറോൾ ഇൻഫിനിക്സ് നോട്ട് 50S ഡീസൻ്റ് ആയൊരു ഫോണാണ്. അതാണ് എൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.